അടുത്ത മഴക്കാലത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ. ബർഗർ കിങ്ങിന്റെ 10,000 rupees ചാലഞ്ച്. ഫുള്ള് കഴിച്ച 10,000 രൂപ, പകുതി കഴിച്ച 5,000 രൂപ. ഇപ്രാവശ്യം എനിക്ക് പൈസ തരണ്ട, വലുതായിട്ടൊന്നും ഞാൻ പൈസ മേടിക്കുന്നില്ല. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഫ്രീ എൻട്രിയാ. എന്നാലും ഞാൻ ഓൾറെഡി ആളെ സെലക്ട് ചെയ്ത് ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഫോളോ ചെയ്യും. അതിനകത്തൊക്കെ ആൾക്കാർ മിക്ക ചാലഞ്ച് എടുക്കാറുള്ളത്. നമ്മുടെ കണ്ടസ്റ്റന്റ് അകത്തിരിപ്പുണ്ട്, അവിടെ ഉണ്ടായിരുന്നു. അവനെവിടെ അവൻ മെനു കുത്തി കളിക്കുന്നത്. അവൻ ഓൾറെഡി ഇത് മെനു ഒക്കെ പഠിച്ചു വെക്കാൻ നോക്കുകയാണെന്ന് തോന്നുന്നു. മെമ്മറൈസ് ചെയ്യണം അവിടെ ഇരുന്നിട്ട്. നമുക്ക് നമ്മുടെ കണ്ടസ്റ്റന്റ് പുറത്ത് വിളിച്ചോണ്ട് വരാം. അവൻ അകത്തിരുന്ന് എന്തൊക്കെ പഠിക്കുന്ന അറിയത്തില്ല. നമ്മുടെ കണ്ടസ്റ്റന്റ് എത്തിയിരിക്കുകയാണ്. നിന്റെ പേരെന്ന് പറയും. എന്റെ പേര് മുഹമ്മദ് റഹാൻ സിയാദ്. മുഹമ്മദ് റഹാൻ സിയാദ്. നിനക്കിത് ഫുള്ളും കഴിക്കാൻ പറ്റുമോ? അതൊക്കെ പറ്റും, നിസ്സാര കാര്യം. ഇവിടുത്തെ ഫുൾ മെനു ഇതുവരെ എന്റെ ചാനലിൽ ആരും ഫുൾ മെനു കഴിച്ചിട്ടില്ല. ഫസ്റ്റ് നീ ആയിരിക്കും ഉറപ്പ്. എനിക്ക് കുഴപ്പമില്ല, നീ കഴിച്ചു തീർക്കുക. ഞാൻ നിന്നെ പ്രോത്സാഹിച്ച് ഒരു നടക്കെത്തിയിരിക്കും. നീ കഴിച്ചാലും കഴിച്ചില്ലേലും കിടന്നാലും കിടന്നില്ലേലും എന്ത് ചെയ്യേണ്ടി വന്നാലും നിന്നെ ഞാൻ പ്രോത്സാഹിപ്പിക്കും. അത്രേ ഉള്ളു. നീ ജയിക്കണം. അതെല്ലാം കഴിക്കാം. നിന്നെക്കൊണ്ട് നടക്കും, നിന്നെക്കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ. വരൂ, നിനക്കൊരു തീരുമാനം വെക്കാം. ഇവിടെ കുറെ സാധനം ഉണ്ടല്ലോ. കൊറിയൻ സ്പൈസി ഫീസ്, വൂപ്പേഴ്സ്, കിങ് പ്രീമിയം കളക്ഷൻ. മീൽസ് ഒന്നും കഴിക്കണ്ടല്ലോ. മീൽസ് ഒന്നും കഴിക്കണ്ട. നീ കഴിക്കണ്ട. ആൽഫ്രഡ് കഴിച്ചു. വാല്യൂ മീൽസ് ഒക്കെ നമുക്ക് എല്ലാം കോംബോ അടിച്ച് കയറ്റാം. വേണ്ടല്ലേ? നീ കൊറിയൻ കഴിക്കുക. കഴിക്കും. അത് പക്ഷേ ലാസ്റ്റ് കഴിക്കും. എപ്പോഴും കഴിച്ചാൽ മതി. കൊറിയൻ സ്പൈസി ചിക്കൻ ബർഗർ വേണം, അല്ലെ പനീർ ബർഗർ, ഏതാ വേണ്ട? വേണ്ട, പിന്നെ നമ്മളതിന് ഇപ്പോഴും ഓർഡർ ചെയ്യുവാണ് 4-5 ഐറ്റം. കൊറിയനകത്ത് മോസ്റ്റ്ലി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. 2 ബർഗർ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ബോൺലെസ് 7 പീസ് എടുക്കാം, അല്ലെ ബോൺലെസ് 4 പീസ് എടുക്കാം. വേണ്ടേ? പിന്നത്തേക്കാം, എടുത്തേക്കാം, കുഴപ്പമില്ല. കൊറിയൻ തീർന്നു, നമ്മൾ കൊറിയൻ ഒന്നും വേണ്ട. സൂപ്പർ ചിപ്പ് വേണം. ഇതിനാ നിന്റെ ഓപ്ഷൻ. എന്തുകൊണ്ട് ചിക്കൻ ജൂനിയർ, സൂപ്പർ ജൂനിയർ നോക്കി എടുക്കണല്ലേ? കുഴപ്പമില്ല, നിന്റെ ഒരു സെലക്ഷൻ. നീ സ്വന്തം എടുത്ത കുഴപ്പമില്ല. അപ്പൊ ചിക്കൻ ജൂനിയർ ആയി. ഇനി കിങ്സ് പ്രീമിയം കളക്ഷൻ 3 ബർഗറായി. നമുക്കിനി വേണമെങ്കിൽ റാപ്സ് ഒക്കെ എടുക്കാൻ വേണമെങ്കിൽ. അപ്പം ഇവിടെ ഏകദേശം കുറെ ഐറ്റം ഉണ്ട്. അതുകൊണ്ട് ഒരു 15 ഐറ്റം കഴിച്ചു കഴിഞ്ഞാൽ ഫുൾ മെനു ആക്കും. 15 ഐറ്റം ഫുൾ മെനു. പകുതി എന്ന് പറഞ്ഞാൽ 8 കഴിക്കണം. 7 കഴിച്ച ഹാഫ്. കേട്ടല്ലോ? ബുദ്ധിമുട്ടില്ലല്ലോ? കഴിക്കാൻ പറ്റുമോ? അറിയാമെങ്കിൽ ചോദിക്കാന്. അപ്പൊ നീ അത് സെലക്ട് ചെയ്ത് റാപ്പർ എടുത്തേക്കാം. ക്രഞ്ചി ചിക്കൻ റാപ്പർ. മോസ്റ്റ്ലി ബർഗർസും ഇതാണ് ഉള്ളത് ഇവിടെ. ക്രഞ്ചി ചിക്കൻ ഒക്കെ 4 പീസിന് 89, 6 പീസ് 155. എനിക്ക് മനസ്സിലാകുന്നാലും കുഴപ്പമില്ല. നമുക്ക് 9 പീസ് എടുത്തേക്കാം. പെരി പെരി ഫ്രൈസും എടുത്തേക്കാം. മീഡിയം. ഇപ്പൊ എത്ര ഐറ്റം ആയി? 7 ഐറ്റം ആയി. സോസ് ഒക്കെ വേണ്ടേ? ഡിപ്പൊക്കെ വേണമല്ലോ. ഡിപ്പ് എടുക്കാം. ഇതായിരിക്കും നല്ലത്. ഈ ഫെരി ഹെൽ ഡിപ്പ് അതൊന്നേ ഉള്ളു. നീ എല്ലാം എടുക്കടാ. ഫെരി ഹെൽ ഡിപ്പ് ഒരെണ്ണം കിടക്കട്ടെ. അതൊരെണ്ണമായി. പിന്നെ വേണമെങ്കിൽ നിനക്ക് ഇവിടെ താഴത്ത് ചില്ലി ഒർഗാനോ ഡിപ്പ് ഉണ്ട്, അത് എടുത്തേക്കാം. പിന്നെ നിനക്കിത് സോസി ജാലപ്പീനോ ഡിപ്പ്, അതും എടുത്തേക്കാം. ഇപ്പൊ ഏകദേശം നമുക്ക് 7 മെയിൻ ഐറ്റം ആയി. 8 ആക്കിയേക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതി. വെജ് സ്ട്രിപ്സാ ഇതെടുത്തിട്ടില്ല. മസാല ഹാഷ് ബ്രൗൺ രണ്ടും എടുക്കാം. സ്വന്തമായിട്ട് ഇപ്പൊ ഞാൻ പറയുന്നത് സംസാരിച്ചു തുടങ്ങിയില്ല. 15 ഫുള്ളും കഴിക്കാൻ തോന്നുന്നു കേട്ടോ. എന്തായാലും ഇത്രയൊക്കെ ആയില്ല. ഡെസേർട്ട് എടുത്തേക്കാം. ഇവൻ എവിടെയെങ്കിലും എത്തിക്കും. ഞാൻ പറഞ്ഞു, ഇവൻ 15 ആയിട്ട് 15 കഴിച്ചിട്ട് പോകത്തല്ല വിടുന്നത്. ഇവരെന്നെ മുടിപ്പിക്കുന്നു പറഞ്ഞ് ഇറങ്ങി വന്നിരിക്കുകയാണെങ്കിൽ സംശയം. നിനക്ക് എന്താ വേണ്ടത്? ബ്ലാക്ക് കറന്റ് സൺഡേ, ചോക്ലേറ്റ് സൺഡേ, കുക്കി ക്രഞ്ച്. 2 ദിവസത്തേക്ക് വർക്ക് ചെയ്യുക. ഇവൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇതുവരെ ഇത്ര ഓർഡർ ചെയ്തിട്ടില്ല ഒരു കടയിൽ നിന്ന്. ഫസ്റ്റ് ഓർഡറിന് തന്നെ. അന്ന് ഞാൻ ഇല്ലായിരുന്നല്ലോ. അതാണല്ലേ? അതെനിക്ക് തോന്നി നീ ഇല്ലായിരുന്നു. അതാണ് അതൊരു കുറവാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചെക്കൗട്ട് ചെയ്യട്ടെ. QR ഇതെല്ലാം കഴിച്ച ഫുൾ മെനു ആണ്. അല്ല, കുറച്ചുകൂടി ഉണ്ട്. കുറച്ചുകൂടി ഉണ്ട്. നീ ഇതും പിടിച്ചോണ്ട് അവിടെ ഇരുന്നു. ഇവൻ എന്റെ പോക്കറ്റ് കീറിയിട്ടേ പോകത്തുള്ളൂ. ഞാൻ അവന് വേണ്ടി പ്രോത്സാഹനമായിട്ട് പുറകെ നിൽക്കും. അവനെ കൊണ്ട് പറ്റും. നിസ്സാരം. ഇത്രയും വലിയ ഓർഡർ പേ ചെയ്ത് ബില്ലൊക്കെ വരുന്നു. കൊള്ളാം. ഫോൺ ചാർജിന് വെക്കട്ടോ. ഫോൺ ചാർജിനോ? നീ വെച്ചോ. 1 മണിക്കൂറുണ്ട് നിനക്ക്. അത് കൂടിപ്പോയാ? കുറഞ്ഞു പോയാ? ചോദ്യം ചോദിക്കട്ടെ. ഡിഫിക്കൽട്ട് ചോദ്യം ചോദിക്കാൻ പാടില്ല. ആലപ്പുഴയിൽ ബർഗർ കിങ് ഇല്ലായിരുന്നു? ആലപ്പുഴയിൽ ബർഗർ കിങ് ഇല്ല. ആലപ്പുഴയിൽ കഷ്ടിച്ച് KFC ഉണ്ട്. ആലപ്പുഴ ഇല്ലല്ലേ? ഇത് എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലാത്ത കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി ആലപ്പുഴക്കാരെല്ലാം ഇവിടെ എന്റെ വെക്കിട്ട് കയറും. നമുക്കില്ലാത്ത കാര്യം നമ്മൾ ഒളിപ്പിക്കില്ല. ഞാൻ ചോദിക്കുമ്പോ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ ട്രിവാൻഡ്രത്ത് ഇങ്ങോട്ട് വേണു. ആണോ? ഞാൻ യഥാർത്ഥത്തിൽ തൃശ്ശൂർ പോകാനാണ് ഇരുന്നത്. നിനക്ക് ഭാഗ്യമുണ്ട് എറണാകുളം വെച്ച് ഒതുക്കിയത്. ഇപ്പൊ ഞാൻ ചേട്ടൻ യൂട്യൂബിൽ വീഡിയോ കാണുന്ന പോലെയാണ് ഇത് തോന്നുന്നത്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഉള്ള സെയിം ചേട്ടൻ തന്നെയാ. കണ്ട് മനസ്സിലാകുന്നില്ലേ? യൂട്യൂബ് വീഡിയോ കാണുന്നതൊക്കെ അല്ലെന്ന് പറയുന്നത്. ലൈവായിട്ട് ഞാൻ സെയിം ആളാണ്. എനിക്ക് ഒരേ വൈബാ. ഓഫ് ക്യാമറ ഓൺ ക്യാമറ. കുറച്ച് വണ്ണം വെച്ചതേ ഉള്ളൂ. വൈബ് എങ്ങനെയാ പറഞ്ഞു കൊടുക്കും? അണ്ണൻ വൈബ് പൊളിയല്ലേ? കണ്ടാ? ഞാൻ ഇത് പൈസ കൊടുത്ത് പറഞ്ഞു ചിലവന്മാര് പറയും. പൈസയൊക്കെ തന്നിട്ടുണ്ട്. ഫൈനലി അവന്റെ ഫുഡ് വരുന്നു. 2 പേരൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നു. അത്രയ്ക്ക് സാധനം ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞത്. താങ്ക് യു. എനിക്ക് വേണ്ടിയല്ല, അവനെ വേണ്ടി മാത്രമേ അല്ല. അപ്പോ 2 പേർക്കാണെന്ന് തെറ്റിദ്ധരിക്കുകയാണെന്ന് തോന്നുന്നു.
ഇത് ഇങ്ങോട്ട് തന്നെ ഇത്ര ഇങ്ങോട്ട് അല്ല അവിടെ വെക്കുന്നു. എത്ര ഐറ്റം ഉണ്ടോ നോക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 11. ഇത് ഡിപ്പും കൂടി അത് കുറച്ച് കൂടി പോയി. ഇത് കഴിഞ്ഞിട്ട് നീ ഒരു 4 ഐറ്റം കൂടി കഴിച്ചാൽ ഫുൾ മെനു അറിയാം. പറ്റുമോ? പറ്റുന്ന ഇപ്പൊ കോൺഫിഡൻസ്. ആദ്യത്തെ ആളായിരിക്കും നീ കഴിക്കാൻ പോകുന്ന. ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഐസ്ക്രീം സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിഞ്ഞു. അപ്പം 1 മണിക്കൂറുണ്ട് എന്റെ കയ്യില്. 1 മണിക്കൂറുള്ള 1 മണിക്കൂറുള്ള കഴിക്കുന്നത്. 1 മണിക്കൂറുള്ള ഇത് ഫുള്ളും കഴിച്ചെടുക്കുക. എത്ര സമയം നോക്കട്ടെ. 2:30 ആയിട്ടുണ്ട്. 3:30 വരെ സമയം കേട്ടല്ലോ. പിടിച്ചു ഫസ്റ്റ് ഐസ്ക്രീം. കട്ടിയുള്ള ഐസ്ക്രീം ആണെങ്കിൽ ഞാനുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം. കൊള്ളാം. കുറെ കഴിക്കാനുള്ള തുടക്കത്തിലേക്ക് കൊള്ളാന്ന് തോന്നുന്നു. സോറി എന്നോട് കഴിക്കാൻ പറ്റും. എനിക്ക് നിന്നെ ഇതുവരെ ഉള്ള കണ്ടസ്റ്റന്റിനകത്ത് ഏറ്റവും ഉറപ്പ് നിന്നെ. എന്റെ ഈ ചാനൽ തന്നെ അതിനകത്ത് ആദ്യമായിട്ട് ആരെങ്കിലും ചെയ്യുമെങ്കിൽ നീ ആയിരിക്കും. നിനക്ക് ഇതൊക്കെ നിസ്സാരമാണെന്ന് എനിക്കറിയാം. അലിച്ചു കഴിച്ചു. സമയം കുറയണ്ടല്ലോ, നീ അലിച്ചു. ടൈമർ ഓടിക്കൊണ്ടിരിക്കുക. നീ കഴിക്കുന്ന മാത്രം ഫോക്കസ് ചെയ്യും. ഇതൊന്നും വലിയ ഹാർഡല്ലല്ലോ. ഇത് ഞാൻ വേണം കഴിച്ചു തീർക്കല്ലേ. അപ്പൊ നിനക്ക് നിസ്സാരമാണ്. ചേട്ടനത്രയൊന്നുമില്ല. ചേട്ടനത്രയും കഴിക്കൂല. ചേട്ടൻ എത്ര കഴിക്കുന്നത്? നിങ്ങളൊക്കെ കൂടി എല്ലാം എന്തോ ആക്കിച്ചിരിക്കുന്നത്. പ്രോട്ടീൻ ഷേക്ക് മറ്റേ ഡേറ്റ്സ് ഒക്കെ ഇട്ട് ജാറിലാണ് കുടിക്കുന്നത്. അതൊക്കെ വെറുതെ ചുമ്മാ കഴിച്ചു തീർക്കുന്നത്. അത് ഒറ്റ സെറ്റ്. ഫസ്റ്റ് ഐറ്റം തീരാറാക്കുകയാണ്. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ? ഇല്ലല്ല, ഫസ്റ്റ് ഐറ്റം തീർന്നു. ലെറ്റ്സ് ഗോ ബോയ്സ്, ലെറ്റ്സ് ഗോ. ടിഷ്യൂ ആവശ്യത്തിന് അധികം ഉണ്ടായിരുന്നു. ടിഷ്യൂ ആണ് ഇത്. ഷേക്ക് ഇറ്റ് യുവർ വേ. ഷെയർ ഇറ്റ് യുവർ വേ. ഷെയർ ഇറ്റ് യുവർ വേ. വായിക്കാറുണ്ട്. ഓക്കെ. ഇത് എന്ത് ചെയ്യാനാണ്? പ്രൈസിനായിരിക്കും തോന്നുന്നു. ഫ്രൈസ് ഇട്ട് കുലുക്കാനാ? അതിനെ കഴിയും. ഇതിന്റെ അടുത്ത് എന്തോ അടുത്ത ഐസ്ക്രീം. യെസ്. കുക്കി എന്ത് പറ്റി? കുക്കീസ് കട്ടി ഭയങ്കര. അലിയിപ്പിക്കാൻ വേണ്ടി അലിയിപ്പിക്കണം. ഇത് അലിയിപ്പിച്ചിട്ട് പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാണ്? ഇപ്പം ഇത് മാറ്റി പിന്നെ കഴിക്കും. ഇത് കൗണ്ട് ആകത്തില്ല കഴിക്കാതെ. അത് കഴിക്കും. ശരി, അപ്പൊ അടുത്തെന്തുവാ? നഗറ്റ്സ് എല്ലാം കഴിക്കാം. നഗറ്റ്സ് അങ്ങനെ 4 നഗറ്റ്സ് ആണുള്ളത്. അപ്പൊ അതൊക്കെയാണ് നിന്റെ സ്ട്രാറ്റജി. സമയം 1 മണിക്കൂറേ ഉള്ളൂ. നഗറ്റ്സ് എനിക്ക് അങ്ങനെ വല്ലാതെ പെട്ടെന്ന് ഇഷ്ടപ്പെടാറില്ല. ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നു. അങ്ങനെ കൊള്ളാം. ക്രിസ്പിനെസ് കൊള്ളാം. കഴിച്ചു. ഈ പേസ് വെച്ച് എനിക്ക് എങ്ങനെയാണ് മുമ്പിലോട്ടെന്നുള്ളതിന്റെ ഉറപ്പില്ല. എന്നാൽ എനിക്ക് അവന്റെ മേത്ത് വിശ്വാസം മാത്രമേ ഉള്ളൂ. ആ ഗാംഭീര്യം കണ്ട കഴിക്കുന്നതിന്റെ അത് തന്നെ കണ്ട മനസ്സിലാവും. അവനെല്ലാം ഫുള്ളും തീർക്കുന്നു. അവന്റെ ഫൈനൽ നഗറ്റും കൂടി തീർക്കാൻ പോവുകയാണ്. ഇതുകൂടി കഴിഞ്ഞാൽ അവൻ 2 ഐറ്റം നിന്ന് കഴിഞ്ഞല്ലോ. വാവ്, കൊള്ളാം. അടുത്ത ഇതാണ്. ഇത് ബർഗർ. അപ്പൊ അടുത്ത ഐറ്റം കഴിക്കാൻ പോകുന്നത് വൂപ്പർ ജൂനിയർ. കഴിക്കും. ട്രൈ ഉണ്ടായും കൊള്ളായിരുന്നു. എന്താ ട്രൈ വേണോ? ട്രൈ ഒന്നും ഇല്ല, കഴിച്ചു. കുഴപ്പമില്ല. I have belief in him. എങ്ങനെയുണ്ടാ വൂപ്പർ ജൂനിയർ? കൊള്ളാം. സാധാരണ ബർഗർ. എന്തു പറ്റി? തീർത്താ കഴിച്ചു. ഇവന്റെ അച്ഛനൊക്കെ ഞാൻ പറഞ്ഞു ഇവനെ കഴിപ്പിച്ച് കുടിപ്പിച്ച്. സോറി, ഇവന്റെ അച്ഛനൊക്കെ ഞാൻ പറഞ്ഞതാണ് ഇവനെ കഴിപ്പിച്ച് വീട്ടിലോട്ട് ഞാൻ നല്ലതായിട്ട് അയക്കുന്നത്. ഇവൻ തിരുവനന്തപുരത്ത് വരുക 4 മണിക്കൂർ രാവിലെ ബസ്സിലൊക്കെ അല്ല ട്രെയിനിലൊക്കെ കയറി വന്നതാ. അടുത്ത എന്തുവാ? ഫ്രൈസ് എടുക്കും. ഫ്രൈസ് പെരി ആക്കണോ? വേണ്ട. അന്താ പെരി മേടിച്ചിട്ട് പെരി ആക്കാത്ത പെരി കഴിച്ചാൽ മതി. വെറുതെ പെരി മേടിക്കാറില്ല. ഇതിനകത്ത് ഇട്ടിട്ട് ഇതിടണോ അല്ലെ ഇതിട്ടിട്ട് ഇതിനകത്ത് ഇടണം? ഇതിട്ടിട്ട് ഇതിനകത്ത് അത് അങ്ങനത്തെ ഇത് ആദ്യം ഇടാം. ഫ്രൈസ് ഇതല്ല അത്. അല്ല ഇത് അറിഞ്ഞൂടാ. അതെന്നെ ഫ്രൈസ് ആയിരിക്കും. ഫ്രൈസ് പോയിട്ടുണ്ട്. പെരി ആത്തോട്ട് പോട്ടെ. കുറെ ഏറെ ഉണ്ടല്ലോ. Shake it your way. ആണോ? പെരിയാണോടാ? അല്ല. അല്ലേ? ഇവൻ കഴിക്കും. എനിക്ക് നല്ല ഉറപ്പാണ്. സോസ് വേണോ? സോസ് എന്നത്ര കഴിക്കാനാണോ? ഡിപ്പ് ചെയ്യരുത്.
ഡിപ്പ് ഡിപ്പോ? ഓ, ഡിപ്പ് 3 ഉണ്ടല്ലോ. ഈ 3 ഡിപ്പ് മേടിച്ചായിരുന്നു. അത് നമുക്ക് യൂസ് ചെയ്യേണ്ട സമയത്തിരിക്കുന്നു. ചില്ലി ഒറിഗാനോ ഡിപ്പ് ആദ്യത്തെ ആയിട്ടുണ്ട്. എന്താണ് സോസി ജാലപ്പീനോ ഡിപ്പ്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. സോസ് കാണാനൊക്കെ നയിച്ച ഫിയറി ഹെൽ ഡിപ്പ്. ഇത് മറ്റേ സ്പൈസി മയോ കണക്കുണ്ട്. ഇന്ന് നിനക്ക് വേണ്ടി ഡിപ്പ്. ഞാൻ പറഞ്ഞ ഇവിടെ ഡിപ്പ് ചെയ്ത് കഴിച്ചു. വയറ് കേടാവും. വയറ് അല്ലെങ്കിലും കേടാവും. അതൊന്നായിട്ട് കാര്യം കൊള്ളാവാ. അത്രക്ക് ഡിപ്പ് വേണ്ടത് പറഞ്ഞത്. അല്ല, വെള്ളം തന്നെ വേണം. എന്നാ വെള്ളം കുടി. അപ്പൊ നീ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന എത്ര എണ്ണ? കണക്കൊന്നും ഓർമ്മയില്ലല്ലോ. 1 2 3. നീ 3 കംപ്ലീറ്റ് ഉണ്ട്. പൈസ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4. ഇത് പിന്നെ കംപ്ലീറ്റ്. നീ എല്ലാം പിന്നെ വെക്കുവാണ്. സൈഡ് എരി ലാസ്റ്റ്. ഇത് കഴിച്ചോ. എങ്ങനെയുണ്ട്? വല്ലാത്ത ടേസ്റ്റ്. എന്തുവാണെന്നൊക്കെ അറിയത്തില്ല. ഇത് മറ്റേ വെജ് റോളം കാണാണെന്ന് തോന്നുന്നു. വെജ് നഗറ്റ്സ് എന്തോ നീ എടുത്തതാ. 2 എടുത്തെന്ന് പറഞ്ഞ എടുത്തതായത് കേട്ടാ. അല്ല, ഞാൻ പറയണമെന്നല്ല. കെച്ചപ്പ് ഇടുവാ നീ. രാവിലെ ഒട്ടി ഒന്നും കഴിച്ചിട്ടില്ല. അറിയാം, എല്ലാ വീഡിയോക്കകത്ത് ഇങ്ങനെ ഒരു പട്ടിണിയായിട്ടാണ് വരുന്നത്. ഏട്ടാ ഇങ്ങനെ കഴിക്കുന്നതന്നെ മൗനം നോക്കിയിരിക്കണം. തീരുവല്ലേ? ഇത് കൊള്ളത്തില്ല. നീയല്ലേ ഓർഡർ ചെയ്തത്, പറഞ്ഞിട്ട് കാര്യം. ഇവൻ എന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടോ ഒന്നും തിരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് വിശ്വാസം ഇല്ല. വിശ്വാസം മാത്രം. ഒന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് പേര് ഇടായിരുന്നില്ലടാ. തീർന്നു പറയണ്ടേ? അയ്യോ അതും തീർന്നു. എന്താണ് വേണ്ടത്? റാപ്പ് വന്നോ? റാപ്പ്. ക്രഞ്ചി ചിക്കൻ റാപ്പാണ് കഴിച്ചത്. ഇതും കൂടെ ഞാൻ കണ്ടു. ഇപ്പൊ എത്ര ഐറ്റം ആയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ കുറെ കഴിച്ചു. നമുക്ക് ഫുൾ മെനു പിടിക്കാം. ഹാഫൊന്നും പിടിക്കണ്ട. ആദ്യമായിട്ട് ഒരുത്തന്നെ ഫുൾ മെനുവിന് വേണ്ടി ഞാൻ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ കഴിച്ചിട്ട് വലിയ വലിയ ബർഗർ ഇരിക്കുന്നല്ലാണ്ടെന്ന്. അയ്യോ ആരും ഓർഡർ ചെയ്തത്? ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ ബർഗർ കിങ് വന്നിട്ട് ബർഗർ ഓർഡർ എങ്ങനെയാ? ഈ റാപ്പ് എങ്ങനെ ഉണ്ടോ? കുഴപ്പമില്ല. ഈ കുഴപ്പമില്ല വേറെ എന്തെങ്കിലും പറയുമോ? കുഴപ്പമില്ല. എനിക്ക് തോന്നി, ഞാൻ ഊഹിച്ചു. ഇവനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്ത് വരാൻ നേരത്ത് ഇവന്റെ കൂട്ടുകാരൊക്കെ ഫോൺ വിളിച്ച് വീഡിയോ കോളിൽ പറഞ്ഞതാണ് ഇവൻ കഴിച്ച് മുടിപ്പിച്ചിരിക്കുന്നത്. അവര് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. എനിക്ക് ഇവനെ കണ്ടപ്പോഴേ അറിയാമായിരുന്നു ഇവനെ കൊണ്ട് പറ്റും. സാധാരണ ആൾക്കാരെ കുറെ കഴിച്ചു കഴിയുമ്പോൾ കുറച്ച് സ്ലോ ഒക്കെ ആവും. ഇവൻ ഒറ്റ പേസാ. ഇവരൊന്നും സ്ലോനൊന്നും കണ്ടില്ല. ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് മാറ്റി വെക്കും ഇടക്കിടക്ക്. അല്ല, കഴിക്കുന്നത് ഒരേ ബൈറ്റ്. ആ സെയിം ബൈറ്റ്, സെയിം സ്പീഡ്, സെയിം ഇറക്കി. ലാസ്റ്റ് ബൈറ്റ് നിസ്സാരല്ലേ? പറഞ്ഞു തീർക്കുമായിരിക്കും. കോൺഫിഡൻസ് കൊടുക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഓൾറെഡി 5000 ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ 10,000 പോകുന്നത് നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അടുത്ത ബർഗർ വേണ്ട, അത് മതി. ഏത്? അതാ സാധനം. അത് പെട്ടെന്ന് തീരുമല്ലോ. കൊള്ളാം. ഇതൊക്കെ ഞാൻ എന്തിനാണ് ഈ ചെറിയ സാധനമൊക്കെ അതിന് വേണ്ടി ഓർഡർ ചെയ്തത്? അത് ഞാൻ ഓർഡർ ചെയ്തത്. എന്തുവാണ് സാധനം? എണ്ണയിൽ പൊരിഞ്ഞ സാധനമല്ലേ? എന്താ കിഴങ്ങാണോ? ആണെന്നാണ്. തിരുവനന്തപുരമായിട്ട് നിനക്ക് തിരുവനന്തപുരം സ്ലാങ് ഒന്നും അല്ലായിട്ടില്ലല്ലോ. ഉണ്ട്, പക്ഷെ ഒന്നും ഇതുവരെ വന്നിട്ടില്ലെന്ന്. അല്ല, അത്രക്ക് ഹെവി സ്ലാങ് ആണോ? അപ്പിന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിൽ അപ്പിക്ക് വേറെ ഞങ്ങളെപ്പോഴേ പറയാറുള്ളത്. ടേസ്റ്റ് നോക്കണ്ട, നീ കഴിച്ചേക്ക്. സോസ് കെച്ചപ്പാ? കെച്ചപ്പ് എന്നാ ഫുള്ള് കുടിക്കണം. കെച്ചപ്പിന് ഇല്ലെന്ന് പറയരുത്. വേണ്ട, ഇല്ല. ഒരു ബൈറ്റിടാ, എടുത്ത് കഴിയടാ. കൊള്ളത്തില്ല. ഒരൈറ്റം കൊള്ളായിരിക്കുന്നതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് 4 ഐറ്റം കൂടി മേടിച്ചതാണ് 10,000 വന്നു. ഞാൻ മേടിച്ചപ്പോ അങ്ങനെയല്ല, ഞാൻ ഓർഡർ ചെയ്തു. ഞാൻ നിനക്ക് കുറെ ഐറ്റം നീ ഓർഡർ ചെയ്തത്. ഫൈനൽ പീസല്ലേ കഴിച്ചു തീർക്ക്. അടുത്തതാ കഴിക്കുന്നത്? ഐസ്ക്രീം കഴിക്കാം. ഇപ്പൊ കട്ടിയൊക്കെ മാറിയാ? അവൻ ഐസ്ക്രീം തീർക്കുന്നതാണ്ട. ഞാൻ പണ്ടേ പറഞ്ഞതാ. എപ്പോ പറഞ്ഞു? ഈ ഇടക്കൊക്കെ പറഞ്ഞതാ. മതിയടാ, കപ്പ് തിന്നോ നീ? ഇനി 3 ഐറ്റം ബാക്കിയുള്ളത്. ഏതാ എടുക്കുന്നത്? ഇത്ര ചിന്തിക്കാനുള്ള കാര്യമാണ്. എന്തായാലും കഴിക്കണമല്ല. പനീർ കാണാൻ വല്ലാത്ത ടേസ്റ്റ്. കൊറിയനടാ. കൊറിയൻ ഇഷ്ടമാണല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞു.
ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കഴിച്ചു തീർത്തോ? ഇഷ്ടമില്ലല്ലോ കണക്ക്. നീ കഴിക്കും. നിനക്കൊണ്ട് പ്രോത്സാഹിപ്പിച്ചു തന്നെ എവിടെ എത്തി. അയ്യോ ഇത് വേണ്ട. എടാ പറ്റൂടാ, കഴിക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക്. ഞാൻ വേറെ ഐറ്റം പറഞ്ഞാൽ മതി. വേറെ ഐറ്റോ? ഇത് വേണ്ട, ഉറപ്പാണ്. കൊറിയൻ വേണ്ട. സാധാ ബർഗർ സാധാ ബർഗർ. എടാ മെനുവിനകത്ത് ഓരോരോ ഐറ്റല്ലേ കഴിക്കേണ്ടത്. പറ്റും, പറ്റില്ല, പറ്റും. വേറെ പറഞ്ഞിരിക്കുവാണോ? ഇല്ല ഇല്ല. ഞാൻ ക്രീമാണ് പറഞ്ഞു. ക്രീം കൊള്ളത്തില്ല. ക്രീം താഴെ വീഴട്ടെങ്കിൽ നെക്കി വീഴ്ത്താൻ പറ്റത്തില്ല. ബർഗറിൽ ക്രീം കാണത്തില്ലടാ. നീ കഴി. സാവകാശം ടൈം എടുക്കും, സമയമുണ്ട് ഇപ്പോഴും. ഇത് പിന്നെ ലാസ്റ്റെല്ലാം കഴിക്കാം. ഇപ്പോഴും ഉണ്ട് ഏകദേശം 40 മിനിറ്റ്. ഈ ലാസ്റ്റ് ഇപ്പൊ 3ാമത്തെ ഐറ്റം ആണെന്ന് തോന്നുന്നു. രണ്ടാമത്തെ. ഓ 2ാമത്തെ. ഇത് 3ഉം കൊറിയനാണ്. ഇത് കഴിച്ചു തീർക്ക് ചിക്കൻ. നീ ടൈം എടുത്ത് ടേസ്റ്റ് പിടിച്ച് കഴിക്കാതിരുന്നാ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങോട്ട് കഴിച്ചു തീർത്താൽ ബോൺലെസ്സാ. നിനക്ക് കോക്ക ഫാൻറ്റോ എല്ലാം വേണം. വെള്ളം മതി. ഒരു കൊറിയൻ കുറച്ച് ബുദ്ധിമുട്ടാകുമെന്ന് തോന്നുന്നു. 4 പീസേ ഉള്ളൂ, ചിക്കൻ മാത്രം. ചിക്കൻ കൊള്ളാം, ദോശ ഉള്ളൂ. കൊറിയൻ ആയതുകൊണ്ട് അവൻ ഇത്ര നല്ലതായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അവസാനം അവനെ കൊണ്ട് കൊറിയൻ ആൾക്കാർ പിടിച്ചു നിർത്തിയിരിക്കുക. കൊറിയക്കെതിരെ ഇങ്ങനെ തളരാൻ പറ്റത്തില്ല. നീ കഴി, കൊറിയൊക്കെ തിന്ന്. വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കുടിപ്പിച്ച് കിടത്തില്ല. ഉള്ള കോൺഫിഡൻസ് ഒക്കെ മാറിയോ? തണുത്ത വെള്ളം ഓർഡർ ചെയ്യേണ്ടി വരും ചിലപ്പോ. തണുത്തില്ലെന്ന് തോന്നുന്നു. അതൊരു ഐറ്റം അല്ലേ? തണുത്തുള്ള ഐറ്റം അല്ലേ? തണുത്തുള്ള ഐറ്റം ഇനിയും മേടിക്കാനാ? അതുമായിട്ട് മിക്സ് ചെയ്യാൻ ചെയ്തു. ഐസ്ക്രീം വേണം. എന്തായാലും 4 ഐറ്റം ഇനിയും വേണം. അത് തണുത്ത എന്തായാലും വേണം. ബെവറേജ് എന്തൊക്കെയാ ഉള്ളത്? മാംഗോ തിക് ഷേക്ക് കുടിക്കുമായിരിക്കും. നോക്കാം, ചിലപ്പോൾ കുടിക്കുമായിരിക്കും. അത് കിടക്കട്ടെ. ഒന്നായി ചോക്കോലാവക്കപ്പ് എടുത്തേക്ക്. ഇത് 2 കൂടി. ബർഗറിൽ പിടിച്ചാൽ ചിലപ്പോൾ അവൻ തോറ്റു പോകും. വേണ്ട. ഞാൻ പറഞ്ഞു ഒറിജിനൽ പ്രീമിയം ചിക്കൻ ഉണ്ട്. ചിക്കൻ പിടിക്കുക. ഈ മെനുവായിട്ട് അവരെ കൊണ്ട് പറ്റത്തേ ഇല്ല. ഐസ് ലാറ്റ് ഒരെണ്ണം എടുക്കാം. ഐസ് അമേരിക്കൻ എടുക്കട്ടെ. അല്ലെങ്കിൽ കഴിക്കാനുള്ള ഒരു ചെറിയ ഐറ്റം എടുക്കും. എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നുണ്ടോ സ്നാക്സ് ആയിട്ട്? ടാക്കോ കിട്ടിയടാ. ഈ 4 ഐറ്റം കൂടി അവൻ കഴിച്ചിട്ട് ഓൾറെഡി ഉള്ള ഐറ്റം കൂടി കഴിച്ചാൽ അവന് 10,000 രൂപ. അവന്റെ മുഖം കണ്ട് തോന്നുന്നുണ്ടോ അവൻ കഴിക്കുമെന്ന്? നിങ്ങൾക്ക് തോന്നിയില്ല, എനിക്ക് തോന്നുന്നു. അത്ര കോൺഫിഡൻസ് ഉള്ള ചേർക്കണ. ഞാൻ പൈസ എടുക്കട്ടെ. കൈ കിട്ടുക. നീ കൈ കഴുകി കുളിച്ചൊക്കെ വന്നോ, കുഴപ്പമില്ല. അവൻ ഛർദ്ദിക്കാൻ പോവാണോ? 4 ഐറ്റം കൂടി വരും. ഇവിടെ ഇപ്പൊ ഞാൻ ഫ്രഞ്ച് ഫ്രൈ മറന്നുപോയി. അപ്പൊ ഇതെല്ലാം കൂടി 4 ഐറ്റം ഇവിടെ ഉണ്ട്. ഈ 4 8 ഐറ്റം കഴിച്ചാൽ 10 രൂപ. 10K പെട്ടെന്ന് തീർക്കാം. സമയം ഇനി ഏകദേശം അരമണിക്കൂറുണ്ട്. ലെറ്റ്സ് ഗോ. പെട്രോൾ കഴിച്ചു തീർക്കണം. മൈൻഡ് ചെയ്യണ്ട. നിന്റെ കൂട്ടുകാരൊക്കെ ഇത്രയും പ്രോത്സാഹിപ്പിച്ച് ഇവിടെ വരെ എത്തിയതാണ്. നമുക്ക് തോന്നി പറ്റില്ല. ടിഷ്യൂവാ? ഞാൻ എന്താ ടിഷ്യൂ കൈവശം കൊടുത്തിരിക്കുന്നത്? കുറച്ചുകൂടെ ടിഷ്യൂ മേടിച്ച് കഴിച്ചു കൂടെ കഴിക്കുമ്പോ ഭയങ്കര വേറെ ടേസ്റ്റ്. നീ 14 ഐറ്റം കഴിച്ചാൽ ഈ കൊറിയൻ ചിക്കൻ ഞാൻ കഴിച്ചേക്കാം. ഇതും അതുകൊണ്ട് ജാസ്തി അല്ലടാ. അതെല്ലാം കൂടി ഞാൻ തന്നെ കഴിക്കാതെ കുളിച്ചാൽ ഇത് അതിന്റെ സോസ് അത്രയേ ഉള്ളൂ. ഞാൻ ഹെൽപ്പ് ചെയ്യാത്തതാണ്. എന്നാലും ഇതിവിടെ വരെയൊക്കെ എത്തിയല്ലേ. ബാക്കിയും കൂടി കഴിച്ചാ ഞാൻ ഇതും കഴിക്കാം, അതും കഴിക്കാം. ഇത് നീ കഴിക്കേണ്ടി വരും. അത് കുഴപ്പമില്ല. ബാക്കി കഴിച്ച് തീർക്കണം. ബാക്കി കഴിച്ച് തീരുമ്പോൾ ഫൈനലി ഞാൻ കഴിക്കും. നിനക്ക് ഇത്ര ഇഷ്ടപ്പെടാത്ത ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടാൻ നോക്കണ്ട. ഇതിന് നിനക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തല്ലേ? സ്പേസ് ഉണ്ടല്ലോ വീട്ടില്. കണ്ട, അപ്പൊ ഇവന് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ ഒന്നും കിട്ടത്തില്ല. അപ്പൊ ആ റിസ്ക് ഉണ്ട്. എന്ത് ചെയ്യാൻ? ഇത് കഴിച്ചു തീർക്ക്. അത് വരട്ടെ. അപ്പൊ ടെക്നിക്കലി നിനക്ക് ഈ 2 ഉള്ളൂ കഴിക്കാൻ. ഇത് 2 ഞാനാ. അവസാനം എന്റെ ഫുഡ് ചാലഞ്ച് ആവോ ഇത്? നിന്റെ മിൽക്ക് ഷേക്ക് ആണത്. ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ട രസിക്കുന്നു പയ്യൻ. എന്താണ് ഉന്മേഷം ഇല്ലാത്തത്? കഴിച്ച് തീർക്കണ്ടേ? അത് വരട്ടെ. വരട്ടെ. എനിക്ക് വിഷന്നിട്ട് വേറെ. നീ ഇത്ര കഴിച്ചേക്ക് ഞാൻ നിഷ്പ്രയാസം കഴിച്ചേനെ. പൊക്കച്ചം പറയാനല്ല, പക്ഷെ ഞാൻ കഴിച്ചേനെ. അതറിയാം. ഇത് ടേസ്റ്റ് പിടിക്കണല്ലേ? ഇതിന് ടേസ്റ്റും പിടിച്ചില്ല. ഞാൻ ഇതെല്ലാം അധികം മുക്കി കൂട്ടി കഴിക്കടാ നിനക്ക് വേണ്ടി. ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഞാൻ തീർത്തുതരാം. എന്റെ ഫൈനൽ ഓർഡർ കൂടി എത്തിക്കട്ടെ. ഇതും കൂടി കഴിച്ചാൽ എല്ലാം സെറ്റാണ്. നിനക്ക് വേണ്ടി എല്ലാം ചെറിയ ഐറ്റമാണ്. മാംഗോ ഷേക്ക് എങ്ങനെയുണ്ട്? കൊള്ളാന്നോ? ഭാഗ്യം. വെരി സ്പെഷ്യൽ ടേസ്റ്റ് ബഡ്സ് ആണ്. അതാണ് ഈ കൊറിയൻ പിടിക്കാത്തത്. അത് ഇന്ത്യയിലും പിടിക്കത്തുള്ളൂ. ടൈം ഇപ്പോഴും എത്രയുണ്ട്? 20 മിനിറ്റ്. പെട്ടെന്ന് 20 മിനിറ്റ് തീർക്കണം. ഒരു പനീർ ഇത് ലാസ്റ്റിംഗ് ലാസ്റ്റ് പറഞ്ഞ നേരെ ഏതാ വേണ്ട? ബ്രൗണി എടുക്കാം. ബ്രൗണിയാ? എന്നാ ബ്രൗണി. രണ്ട് സ്പൂണേ ഉള്ളൂ. കഴിച്ചോ? ബ്രൗണി ചൂടാണ്. എന്നെ കൊണ്ട് പറ്റും. 20 മിനിറ്റ്. ബോയ്സ് 3:12 കേട്ടാ. 18 മിനിറ്റും കൂടി ബാക്കി. ഞാനും കഴിച്ചു തീർക്കണം. അല്ലാതെ അവസാന വിഷയം കൊണ്ട് ചെയ്തിട്ട് എനിക്ക് കഴിക്കാൻ സമയമില്ലെങ്കിൽ തോക്കും. അയ്യോ, എപ്പോഴും സ്റ്റാർട്ട് ചെയ്തു?
വേണ്ട, ഞാൻ അവസാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീരാറായി. ബ്രൗണി തീർത്തിട്ടുണ്ട്. വലിയ വൃത്തിയല്ല, എന്നാലും ഓൾമോസ്റ്റ് ഒക്കെ തിന്നിട്ടുണ്ട്. ഇതെന്തോ ആ, ഇത് ചിക്കൻ ടാക്കോ. അത് കണ്ടാൽ ഇതൊരു കോഫി കണക്കാണ്. കോഫി അതാണ് ഏറ്റവും വലിയ പാട്. അത് അവസാനത്തെ അല്ലേ, ഇതൊക്കെ കഴിച്ചു തീർക്കുക ആദ്യം. അതെങ്ങനെ കഴിക്കാൻ പറ്റും? പക്ഷെ അത് എടാ ഇതൊക്കെ പെട്ടെന്ന് കഴിച്ചു, ഇനി സമയം കുറവാ. ഈ സോസ് എനിക്ക് ഇഷ്ടമല്ല. എന്തിനാണ് നീ എങ്ങനെയും കഴിയും? നിന്റെ 2 സാധനം ഞാൻ കഴിക്കാന്ന് പറഞ്ഞല്ലോ. ബോയ്സ് എന്റെ ബാറ്ററി തീരാറായി, ഒന്ന് ബാറ്ററി ചേഞ്ച് ചെയ്യണം. നിനക്ക് 5 മിനിറ്റ് എക്സ്ട്രാ തരാം, ഞാൻ ബാറ്ററി ചേഞ്ച് ചെയ്യാം. 20 മിനിറ്റ് ഇപ്പോഴും ഉണ്ട്, എക്സ്ട്രാ 5 മിനിറ്റ്സ് കിട്ടിയുണ്ട്. മാംഗോ ഷേക്കിങ്ങിന് തീരും. യെസ് യെസ് യെസ്, ലെറ്റ്സ് ഗോ. ഇവന് സോസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. നീ ഇങ്ങനെ പറയണമെന്ന് കഴിക്കത്തില്ല. ചിലപ്പോ ചിലപ്പോ ഒന്നും കഴിക്കാൻ തോന്നുന്നു. കൈയിട്ട് കൈ കഴുകിയിട്ട് എന്തിനാ വരുന്നത് എപ്പോഴും എപ്പോഴും? അല്ലെങ്കിൽ ഈ സോസ് കയ്യിൽ വരും. കൈ പറ്റിക്കൂടെ, കുഴപ്പമില്ല. നമുക്ക് സമയം കുറവല്ലടാ. കന്നോട്ട് കഴിച്ചു പിന്നെ ഇവിടെ ഇതും കുടിച്ചോണ്ട് കടി. തണുത്ത വെള്ളമാണ്. വേണ്ട. ഇവനെ കൊണ്ട് പറ്റും. ഇവനായിരിക്കും എന്റെ ആദ്യത്തെ 10,000 രൂപ മേടിക്കുന്ന ആൾ. ഉറപ്പാ. ഒരു നിമിഷം പോലും ഡൗട്ട് അടിച്ചിട്ടില്ല ഇവനെ ഞാൻ. അത് വേണ്ട. നിനക്ക് വേണ്ടി 2 കഴിക്കുന്നുണ്ട് ഇപ്പുറത്ത്. അത് ഞാൻ കഴിക്കാനാ, അത് കിടക്കത്തില്ല. 10 രൂപ പോവും, 10 മാറി 5 ആവും. അതും കൂടി വേണമെന്ന് പറഞ്ഞ ഇപ്പൊ നീ എവിടെ കുടിച്ചോ? എന്ത് കിട്ടി? കൊള്ളത്തില്ലേ? കോഫി പൗഡർ വെള്ളത്തിൽ ചേർത്തോല്ലോ. അത് ലാറ്റ്. ഇങ്ങനെ ലാറ്റ് ആൾക്കാർക്ക് നിനക്ക് ഇഷ്ടപ്പെടാതെ ചോയാണെന്ന് തോന്നുന്നു. ചേട്ടൻ കുടിച്ചിട്ടുണ്ട്? ഞാൻ ഇതുവരെ പിടിച്ചിട്ടില്ല. കുടിച്ചു. ഇതിന് ടേസ്റ്റ് കൊള്ളത്തില്ല എന്നല്ലേ പറയുന്നത്? ബേസിക്കലി ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. വെള്ളത്തിനത് കാപ്പിപ്പൊടി ഇറക്കി വെച്ചിരിക്കുന്നു. നമ്മൾ കഴിക്കാം. 15 മിനിറ്റ് കൂടി ഉള്ളൂ. തളർന്നു. നിസ്സാരമാണോടാ എത്ര കഴിക്കുന്നത്? ഈ സോസ് ഇല്ലാതെ കഴിക്കുമായിരുന്നു. എന്നാ നീ കഴി. സോസ് ഇല്ലാതെ കഴിക്കരുത്. സോസ് ആരെങ്കിലും തിന്നു. സോസ് നീ വേണ്ട ലെറ്റസ് വെച്ച് തുടച്ചു കളാം. നിനക്ക് കൈ പോലും പറ്റണ്ടല്ലേ. ഓരോരോ പീസായിട്ട് കഴിയണം, ലെയറായിട്ട്. വേണ്ട. വേണ്ടേ? പ്രാക്ടിക്കൽ മൂവ്. നീ തുടച്ചുകൊണ്ടിരുന്ന് സമയം പോവും. ഇനി ഏതാനും നിമിഷങ്ങളെ 3:35 വരെ സമയമുള്ളൂ. 3:21 ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര ചെറിയ കടിയാ. 10K 5Kയിലാവും. നീ പെട്ടെന്ന് തീർത്തത് ഞാൻ അത് 2 തീർത്തേക്കാൻ പെട്ടെന്ന്. 1 മിനിറ്റ് കഴിച്ചെറിഞ്ഞ പറ്റും. ബെറ്റ് വെച്ചു, എനിക്ക് കുഴപ്പമില്ല. പറ്റും. ബെറ്റ് 1 മിനിറ്റ് കഴിച്ചെടുക്കണേ. പക്ഷെ നിനക്ക് പിന്നെ ബെറ്റ് നീ എന്ത് ബെറ്റ് വെക്കാൻ പോകുന്നു? 2 രൂപ പറ്റും. 2000. അത് 5000-ന് 2000 പോകാനാണ്. ശരി. 1 മിനിറ്റ് ഉണ്ട്. ബർഗറും 1 മിനിറ്റ്. അതിന്റെ ബെറ്റ് നമുക്ക് ഇപ്പൊ തന്നെ കാണിച്ചെടുക്കാം. 1 മിനിറ്റ് 2 സാധനം. ടൈമർ വെക്കട്ടെ. ചുമ്മാ ടൈമർ സ്ക്രീനിൽ കാണാലോ ടൈമർ. ഇവിടെ തൊട്ട് ഞാൻ കഴിക്കാം. ഞാൻ ടൈമർ ഞാൻ വെക്കാം. വേണ്ട, ആ ചെറിയ ബർഗർ വേണ്ട. 2000 പോകുന്നല്ലോ, അപ്പൊ തന്നെ മനസ്സിലായി. ചെറിയ ബർഗർ ഇത് 2 വെച്ചും തീരും. 1 മിനിറ്റിൽ ഇതും അതുമാണെങ്കിൽ ഓക്കെ. ഞാൻ ഫുൾ ചാനൽ ഞാൻ തന്നെ ചെയ്യാം. ഇതും അതും ഇതൊക്കെ എല്ലാം കഴിക്കാൻ. അയ്യോ ശരി. ഇതും അതും 3 എണ്ണം 1 മിനിറ്റിൽ. 1 മിനിറ്റില് 2000 രൂപ നിന്റെ പോകും. ആണ് മനസ്സിലായി. ഇവിടെ വരെ മെനക്കെട്ട് വന്നാ തിരുവനന്തപുരത്ത്. ഞാൻ കഴിച്ചു 2. ഇത് 3 വൈറ്റ്. ഇത് ഓരോ സിംഗിൾ വൈറ്റ്. പിന്നെ അത് 5 വേണോ 10 വേണോ അല്ലെങ്കിൽ 3 വേണോ? സമയം പോകുന്ന കേട്ടാ. ഇപ്പൊ നിനക്ക് ഇനി സമയമുള്ളത് 10 മിനിറ്റാ. ഞാൻ തീർത്തായിക്കല്ലേ. ഈ സാധനമാണെങ്കിൽ ഇഷ്ടപ്പെടാത്ത. അവൻ കഴിക്കും. പറ്റും നിന്നെ കൊണ്ട്. കുറച്ച് ശ്രമിച്ചാൽ മതി. ഈ സാവകാശം ടൈം എടുത്ത് ഓരോ ഐറ്റം ഓരോന്നായിട്ട് കഴിച്ച് എവറി സിംഗിൾ സ്റ്റെപ്പ് മാറ്റേഴ്സ്. പ്രൈസ് നീ ഏകദേശം ഇവിടം വരെ എത്തി. ഇത് 2 ഞാൻ ഒറ്റയടിക്ക് തീർക്കാം. 1 മിനിറ്റ് എനിക്ക് തരണം ഇത് തന്നെ. അല്ലാതെ അവസാനം ഒരു സമയമില്ലാതെ പോയി കഴിഞ്ഞാൽ നിനക്ക് 5K കിട്ടത്തുള്ളൂ. ഇത് കഴിക്കണോ? വിട്, കഴിക്കണ്ട. എന്തിനടേ ഒറ്റ വയറ്റ് എടുക്കാൻ തോന്നുന്നത്. 8 മിനിറ്റ് ബാക്കിയുണ്ട്. അത് തീർത്ത് ടാക്കോ നിർത്തിയേക്കാം. ഇനി ടിഷ്യൂ എന്ന് പറയാനൊന്നും ഇല്ല. ടിഷ്യൂ തിന്ന് തീർക്കണം. പെട്ടെന്ന് കഴിയട്ടോ. 8 മിനിറ്റ് ബാക്കിയുണ്ട്. അവൻ കൈ കഴുകാൻ പോകുന്നു സ്ലോ ആയിട്ട്. ഇങ്ങനെ പതുക്കെ നടന്നിട്ട് കാര്യമില്ല. 6 മിനിറ്റ് 3 എണ്ണം 6 മിനിറ്റില്. പ്രൈസും ബാക്കിയുണ്ട്. 5000 ആണോ 10000 ആണോ? അങ്ങനെ നടുക്ക് നിൽക്കുക. നീ വെറും 3 ഐറ്റം വെച്ച് കുറച്ച് ഫ്രൈസും പകുതി ബർഗറും നല്ലൊരു ചായയും. സമയമില്ല, 5 മിനിറ്റ്. നിനക്ക് വേണ്ടി അവസാന നിമിഷത്തിൽ ഞാൻ കാരണം തോക്കരുതല്ല. അതുകൊണ്ട് ഞാൻ കഴിച്ചു തുടങ്ങാം. കഴി. ഡിപ്പ് ഇട്ടുണ്ട്.
എല്ലാം അടുപ്പം കേട്ടോ. 2 മിനിറ്റ് ബാക്കിയുണ്ട്. അയ്യോ വേണ്ട, ബർഗർ വേണ്ട. നിനക്ക് വേണ്ടി 2 കംപ്ലീറ്റ് ചെയ്യാം. ഓ ചെയ്തോ. നിന്റെ ബർഗർ തീർക്കാൻ പറയാം. 1 മിനിറ്റ്. കുടിച്ചേ. കൊള്ളാമോ? അപ്പോൾ ടൈം തീർന്നിരിക്കുകയാണ്. 3:35. അവൻ പ്രൈസിൽ ഇപ്പോഴും നിന്നുപോയി. അവൻ 10K 5K എത്തിയിരിക്കുകയാണ്. നീ അതും കൂടി തീർത്തേ വന്നേനെ. തരൂ. തീർത്തിരുന്നെങ്കിൽ തീർത്തുന്നെങ്കിൽ ചെയ്ത് തരൂ. 2 മിനിറ്റുണ്ട്. 2 മിനിറ്റ് ഉണ്ട്. പ്രൈസാ ഇതാ കഴിച്ചു പോയി. കഴിച്ചു പോയത്. ഞാൻ തന്നെ 3 നിന്ന്. എത്ര പ്രൈസ് ബാക്കിയാണ്? ഇത്രയും പ്രൈസ് ബാക്കിയുണ്ട്. നിങ്ങൾ അടുത്ത 2 മിനിറ്റ് തീർന്നാൽ നിങ്ങൾ 6K തരാം. ഇത്ര 2 മിനിറ്റ്. 3:36 3:38 തീരണം. 2 മിനിറ്റ് കേട്ടോ. കഴിച്ചു തീർക്കുക. ഞാൻ കഴിഞ്ഞിട്ട് വരാം. അയ്യോ വേണ്ട. എന്ത് പറ്റി 3:38 ആയല്ലേ? പ്രൈസ് മാത്രം തീർത്താൽ മതിയാതെ. 2 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ടേസ്റ്റ്. വല്ലാത്ത പ്രൈസ് ഞാനോട് നിന്ന് തീർക്കാൻ പറ്റിയില്ല. 15 ഐറ്റത്തിൽ എനിക്ക് തോന്നുന്നു ഇവൻ 11 ഐറ്റം നിന്നിരിക്കുകയാണ്. അപ്പൊ നിനക്ക് ഇട്ടിരിക്കുന്നത് 5K. ഹാപ്പി. കുറെ കഴിച്ച് അത് സമ്മതിക്കണം. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അതിന് ഇത്ര കഴിച്ചു വരുമ്പോൾ ടേസ്റ്റ് പിടിക്കത്തില്ല. എന്തായാലും കഴിക്കുക. അതിനൊക്കെ പൈസ കിട്ടും. അവനെ പ്രോത്സാഹിച്ച് അതിന്റെ ഒരു ഗതി ആയാലും തോന്നുന്നു. എന്തായാലും നീ നമ്പർ പറയും. ഇനി എന്റെ ചാനൽസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുമോ? ഓ പിന്നെ ഞാൻ നിന്നെ പ്രോത്സാഹിപ്പിച്ചില്ലെന്ന് പറയുക. നീ ഇല്ല ഇല്ല പ്രോത്സാഹിപ്പിച്ചില്ല. ആവശ്യത്തിന് ഓ സമയം തന്ന്, സാവകാശം തന്ന്, ഓ അത് പ്രചോദനം തന്ന് എല്ലാം ഉണ്ടായിരുന്നു. അല്ല നമ്മൾ ചോദിച്ചേക്കാം. അതുകൊണ്ടാണ്. പിന്നെ പൈസ ഇട്ടേക്കാം. 5K ഓൾമോസ്റ്റ് ക്ലോസ് ടു 10K ആയിരുന്നു. പക്ഷെ ഇന്ന് നടന്നില്ല. ബോയ്സ് പൈസ ഇട്ടിരിക്കുന്നു. നെക്സ്റ്റ് ടൈം until we meet again. ഞാൻ പോട്ടെ.